ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്താണെന്നറിയില്ല, ഞാൻ ലൈവ് കട്ടായി പോയിട്ടോ. ഇനി കുറച്ച് ദിവസം ലൈവ് ഇടാൻ പറ്റില്ല. ഞങ്ങൾ വന്നതുകൊണ്ടായിരിക്കും ലൈവ് കട്ടായി പോയി തോന്നുന്നു. കുറച്ച് ദിവസത്തിന് ലൈവ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാനൊരു വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊന്ന് സ്കൂളുണ്ട് കേട്ടോ. ഒന്ന് വെള്ളിയാഴ്ച ഞങ്ങൾക്ക് നൈറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ നൈറ്റും പിന്നെ നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചിട്ടില്ല. അമ്മമ്മ എനിക്ക് ചായ വെച്ചോന്ന് എനിക്കറിയില്ല. അമ്മ അവിടെ തല ചെറുപ്പാണ്. ഞാൻ അമ്മനെ കാണിച്ചു തരാം. സുന്ദരി അമ്മനെ കണ്ടോ? അവിടെ സുന്ദരമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അമ്മ. ഇതാട്ടോ മിഞ്ഞു മുഖം കാട്ടുന്നില്ല. ചായ ബൂസ്റ്റ് അല്ല കാപ്പി ബൂസ്റ്റ് കുടിക്കുകയാണ്. ഇത് അമ്മമ്മ അവിടെ ചായ കുടിക്കുകയാണ്. ഹായ് പറ. എൻ്റെ ചക്കര മുത്തുവിനെ കാണിച്ചു തരാം കേട്ടോ. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്, പക്ഷെ നമുക്ക് എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ആ കുറച്ച് വിളിക്കണേതാ ഞങ്ങളിവിടെ പാൽ കുച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ പാല് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ഞാൻ പുറത്തിറങ്ങിയിട്ട് നേരെ കാണിച്ചു തരാം. നമ്മൾ പാല് കുടിക്കട്ടെ. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, രാവിലെ എന്തോ ഒരു ബെഡിൻ്റെ അടി കറുമുറു കടിക്കുകയാണ്. നോക്കണു എലിക്കുട്ടീനെ കറുമുറു കഴിക്കുകയാണ്. എന്താ മമ്മ മുറുക്ക് കഴിക്കില്ല, അതേപോലെ കഴിക്കുകയാണ് കേട്ടോ എലിക്കുട്ടീനെ. എലിക്കുട്ടി അതിനെ കറുമുറു കടിക്കുക. അതിനെ പിടിച്ചിട്ടില്ല. ആദ്യമില്ലേ അവൾ അതിന് പിടിച്ചിട്ട് വരും, എന്നിട്ട് തട്ടിക്കളിക്കും. ജീവനുണ്ട് അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം കളിക്കും. അത് ഇളകിയിൽ ഇങ്ങനെ കടിച്ചു തിന്നും. നമ്മൾ അടുത്ത് പോയിട്ട് ഇങ്ങനെ രക്ഷിക്കാൻ നോക്കിയാൽ അച്ചക്കടിയാണ്. ഞാൻ എന്താ ചെയ്തോ അവൾ പിടിച്ചൊളിച്ച് വിടും. എന്നെനിക്ക് പറ്റിയില്ല കേട്ടോ. എൻ്റെ ആവിൽ നിവൃത്തിയാണ്. അപ്പം എനിക്കൊന്നും പറ്റിയില്ല, ഇതാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓന്തൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അവനെ രക്ഷിക്കും, എന്നിട്ട് അവനെ വിടും. ഇവിടേക്ക് ചോരയുണ്ട്, അവരൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് അതിന് വിടും. അപ്പോൾ അതിന് പോവും. കുഞ്ഞോന്തൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് വിടും. ചക്കര പുറത്തിറങ്ങിയില്ല കേട്ടോ ഗൈസ്. ചക്കര പുറത്തിറങ്ങും നോക്കട്ടെ. ഞാൻ അടുക്കളൻ്റെ അതിൽ കൂടെ പോവാം. അവൾ അടുക്കളയല്ലേ പാൽ കുടിക്കുന്നേ. അപ്പോൾ പോട്ടോ. റോസാപ്പ് കുറച്ച് വിരിഞ്ഞു കേട്ടോ ഗൈസ്. കണ്ടോ റോസാപ്പ് കുറച്ച് വിരിഞ്ഞു. അപ്പല്ലേ ചെമ്പരത്തി എങ്ങനെ കിടക്കുന്നു നോക്കുക ഗൈസ്. നല്ല വെളിച്ചത്തിൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അയ്യോ എൻ്റെ ചക്കരനെ ഇവിടെ കാണുന്നില്ല ഗൈസ്. എൻ്റെ ചക്കര എവിടേക്കോ മിസ്സിങ് ആയി. അമ്മൂമ്മ ഡാ വിളിക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടും. ദാ ഇവിടെ എവിടെയോ ഉണ്ട്. എവിടെ എൻ്റെ മുത്തു? അതാ അടിയിൽ. പക്ഷെ അടിയിൽ ഇതാ അവിടെ ഇരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ കാണാൻ പറ്റില്ലതാ. അതാ കണ്ടോ അവിടെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ചുത്തുണ്ട് ഗൈസ് എൻ്റെ ചക്കര. നക്കി ഒരാൾ പാലെടുത്ത് തന്നെ ഉറങ്ങാൻ പോട്ടെ. അതാണ് നമ്മുടെ ശീലം. നമുക്ക് മീൻ കുട്ടികൾ മീൻ കുട്ടികൾ കാണുന്നുണ്ടാവില്ല കേട്ടോ. ചിലവർക്ക് ഇതാണ്ടാവും ഉള്ളിലുണ്ട്, പക്ഷെ കാണില്ല. ഇത് ഇത്രേ ഉള്ളൂ. കള്ള വലിയ മീൻസിനെ കാണിച്ചാൽ കാണിച്ചു കേട്ടോ. ഇതിലും പക്ഷെ കുട്ടികളുണ്ട് കേട്ടോ. അതുകൊണ്ട് കണ്ടോ കണ്ട് ഗൈസ്. ഇതിവിടെയൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ചീരാരെങ്കിലും ഞാൻ പറഞ്ഞില്ലേ പഴുക്കും, എപ്പോഴും പഴുക്കും പറ്റുന്നു. അത് ചെറിയ പഴുത്തു കിട്ടോ. ഞങ്ങൾ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലതൊക്കെ കേട് വന്നു. ഞാൻ ഇതൊക്കെ എപ്പോൾ വറുത്തെന്നറിയോ? എപ്പോൾ ഈ ചീരാരിങ്ങ കണ്ടോ ചീരാരിങ്ങ കണ്ടോ? ഇതൊക്കെ എപ്പോൾ വന്നെന്നറിയോ? ഇത് പഴുക്കില്ല, എന്നിട്ട് അതൊക്കെയാണ് പഴുത്തത് ഗൈസ്. പിന്നെ ഇതങ്ങടെ ഇവിടെ ഉണ്ട് കേട്ടോ ചീരാരിങ്ങ. ഇവിടെ ഉണ്ട് കാണിച്ചു തരാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വേണ്ട പേടിച്ചിട്ടാണ് ഞാൻ നടക്കുന്നില്ല ഗൈസ്. ഇവിടെ നോക്ക് എത്ര വലുതാന്ന്. ഇവിടെ വലുതുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? നിൽക്കട്ടെ ഗൈസ്. കാണുന്നില്ല അല്ലേ? ഇതുണ്ട് ഇപ്പം കണ്ടു ഗൈസ്. അവിടെ ചീതാരിക്കുണ്ട്. കണ്ടിട്ടില്ലെങ്കിലേ കമൻറ്റ് ബോക്സിലിടും കേട്ടോ കണ്ടില്ല എന്ന്. ഞാൻ നിങ്ങൾക്ക് റീൽസ് ആയിട്ട് ഇട്ടുതരാം കേട്ടോ. അന്ന് ഞാനൊരു കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ആരും പറഞ്ഞില്ല. സങ്കടം, ആൻസർ ആരും പറഞ്ഞില്ല. ഞാനും അതിൻ്റെ അടുത്ത് ആരും ഫുള്ളും കണ്ടില്ല. നോക്കിയോ ഇഷ്ടമല്ലേ?
മിന്നു നോക്കുക ചായ കുടിച്ചിട്ട് എടാ സീതാഴി പഴുത്തു കിട്ടോ ചെമ്പരത്തി വെള്ള ചെമ്പരത്തി ഉണ്ട്. പിന്നെ പിന്നെ വേറെ ചന്ദന കളർ. ആ ചന്ദന കളർ കേട്ടാ ഗായ്സ്. ഇതൊരു വേറെ റോസാപ്പൂ. ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടോ അതെ കഴിച്ചാൽ നമ്മളെ മനസ്സിലുണ്ടോ നമ്മ പോവാന്ന് റെഡിയായി കേട്ടോ. ഹലോ ഗൈസ്. പോയി കിട്ടി. ലൈവിന് കുറച്ച് ദിവസം ഇടാൻ പറ്റും തോന്നുന്നില്ല. മിന്നുവിനെ മാത്രം കാണിച്ചിട്ട് പോയത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഏജ് റെസ്ട്രിക്ഷൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജൊക്കെ വന്നിരുന്നു. അത് മെയിൽ വന്നു. സ്ട്രൈക്കായി തോന്നുന്നു. പോയി അത്. ഇനിയിപ്പോൾ എത്ര ദിവസത്തേക്കാണ് പറ്റായികയെന്നറിയില്ല. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഞാൻ വർക്കിന് പോകാൻ റെഡി ആവുകയാണ്. ചിന്നുവിനോട് വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ ശരി, ഞാൻ വർക്കിന് പോട്ടെ. എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം ലൈവ് ഉണ്ടാവില്ല. കുറച്ച് ദിവസമാണോ ഇനിയിപ്പോൾ വേഗം ശരിയാവുമോ എന്നൊന്നും അറിയില്ല. ഞാൻ ദിവസം ട്രൈ ചെയ്ത് നോക്കും. ഇടാൻ പറ്റിയാൽ ഇടാം. ഓക്കെ, ബൈ.